എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ള 2 വിഭവങ്ങളാണ്. ആദ്യം നമുക്കൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ചക്കക്കുരു ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേവിച്ച് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. എന്നിട്ട് അതിനെ നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചക്കക്കുരു എന്ന് പറയുന്നത് ചക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണല്ലോ അല്ലേ. അപ്പോൾ അതിൽ പഴുത്ത ചക്കയായിരിക്കും ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ അതിനേക്കാൾ ഏറ്റവും ഗുണമുള്ള സാധനമാണ് ഇപ്പോൾ ചക്കക്കുരു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം മിക്സീൻ്റെ ജാറിൽ. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതാ ചക്കക്കുരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ചക്കക്കുരു കണ്ണിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ്. ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുള്ള സാധനമാണ്. അതിനൊക്കെ ചക്കക്കുരു കഴിച്ചാൽ നല്ലതാണ്. പക്ഷേ ചിലവർക്കൊരു സ്തംഭനം പോലെ ഉണ്ടാവും വയറ്. അത് നമ്മൾ അധികം കഴിക്കാമെന്നാൽ മതി. ഈ ഷേക്കിലേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം. ഇനി അടുത്തതായി നമുക്ക് ചക്കക്കുരു വട ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: വലിയ ഉള്ളി, മല്ലിച്ചപ്പ്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അതിന് ഇതേപോലെ നമ്മൾ ചക്കക്കുരു നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കണം. അത് നമുക്ക് മിക്സിയിൽ അടിച്ച് വരാം. അങ്ങനെ ചക്കക്കുരു മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, പിന്നെ അരിപ്പൊടി 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് നമുക്കത് കുഴച്ചിട്ടൊരു അതിനൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ വലിയ ഉള്ളി, സവാള കൊത്തിയരിഞ്ഞതും, പിന്നെ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക്. കൂടെ തന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണേ. നല്ലോണം എല്ലാം മിക്സാക്കി ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കണം. അതേപോലെ ഇത് നന്നായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതിനെ, അപ്പോൾ ഇത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കാക്കാം. ഇവിടെ നിങ്ങൾ റൗണ്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ചക്ക പച്ചച്ചക്ക പുഴുങ്ങി കഴിക്കുന്നത് ശരിക്കും നമുക്ക് ക്യാൻസറിനൊക്കെ റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നൊക്കെ പഠിത്ത് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് അപ്പോൾ എല്ലാവരും അത് കുറേശ്ശെ കഴിച്ച് നോക്കുക. നമുക്ക് പൊരിച്ചെടുക്കാം ഓരോന്നായിട്ട്. എണ്ണ നല്ല ചൂടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സിമ്മിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒരു ഭാഗമായാൽ അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ചക്കപ്പുഴുക്കൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇത് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കമൻ്റ് ഇടട്ടോ. എങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. നമുക്ക് വടകളൊക്കെ പൊരിച്ചെടുക്കാം. ചക്കക്കുരു വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാത്തിനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.